നമസ്കാരം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ വ്ളോഗർ അറസ്റ്റിലായി. തൃശൂർ താന്യം സ്വദേശി യദു ഗിരീഷാണ് ഇന്നലെ അറസ്റ്റിലായത്. 3 യുവതികളുടെ പരാതിയിലാണ് നടപടി. ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം ഫോളോവേഴ്സുള്ള വ്ളോഗറാണ് യദു ഗിരീഷ്. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. യുവതികളുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം പല സ്ഥലങ്ങളിൽ വിളിച്ചു വരുത്തിയാണ് പീഡനം നടത്തിയത്. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികളുണ്ടെന്ന് തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റ് അറിയിച്ചു. യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചായിരുന്നു ഭീഷണി. യുവതികളിൽ നിന്ന് പണം വാങ്ങിയതായും പരാതിയിൽ പറയുന്നു. IT ആക്ട് പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പരാതിയെ തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ 20-ലേറെ യുവതികൾ പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുവതികളുടെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് തൃശൂരിലെ ക്രൈം ഡിറ്റാച്ച്മെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഇത്തരത്തിൽ 26ഓളം യുവതികളെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്ന പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതാണ് ഇയാളുടെ പതിവ്. പിന്നീട് ഇവരുമായി അടുപ്പം സ്ഥാപിക്കുകയും ശേഷം വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. നിലവിൽ ഇയാൾക്കെതിരെ ലഭിച്ച 3 പരാതികളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ യുവതികൾ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന വിവരം പോലീസിന് കിട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ തൃശൂർ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിന് പുറമെ യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി ഒട്ടേറെ യുവതികളിൽ നിന്ന് ഇയാൾ പണം തട്ടിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാൾക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആദ്യം ഈ 3 യുവതികളാണ് പരാതി നൽകിയത്. അതിനുശേഷമാണ് കൂടുതൽ പേർ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. അതേസമയം സംഭവത്തിൽ ഇനിയും ഇരകൾ ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇയാളുടെ ഫോൺ അടക്കം പരിശോധന നടത്തി വരികയാണ് പോലീസ്. ധാരാളം ആരാധകരുള്ള ഒരു വ്ളോഗർ തന്നെയാണ് യദു. അതുകൊണ്ട് തന്നെ പലരും ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമായിരുന്നു. അത്തരത്തിൽ മെസ്സേജ് അയച്ചാണ് ഇയാൾ കുട്ടികളുമായി പരിചയത്തിലാവുന്നതും പിന്നീട് ഇവരുമായി ബന്ധം സ്ഥാപിക്കുന്നതും. തുടർന്ന് ഇവരെ ഓരോ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ ചതി മനസ്സിലാക്കി ഇവർ പരാതി നൽകുകയായിരുന്നു. ഹോട്ടലിൽ മുറിയെടുത്ത് പീഡിപ്പിച്ച ശേഷം പിന്നീട് ആ വീഡിയോ ചിത്രീകരിച്ച് ഇയാൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ആ സൂക്ഷിച്ച ദൃശ്യങ്ങൾ യുവതികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവരിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പും ഇയാൾ നടത്തിയിരുന്നു. അല്ലെങ്കിൽ ഭീഷണി തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ള ഭീഷണിയെ തുടർന്നാണ് പലരും ഇത്തരത്തിൽ ഇയാൾക്ക് പണം നൽകിയിരുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഇനിയും യുവതികൾ ചതിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ.